എന്നോട് പലപ്പോഴും വിനീതിൻ്റെ അടുത്തൊക്കെ കഥ പറയണമെന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മള് ഒരാളെ മാത്രമേ വിട്ടിട്ടുള്ളൂ, അത് വലിയ പാരയാവും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ വിടില്ല. വിട്ടു കഴിഞ്ഞാലെന്നറിയോ, അവർക്ക് ചിലപ്പോൾ പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരത് നിഷേധിച്ച് കഴിയുമ്പോൾ നമുക്കത് മാനസികമായിട്ട് വിഷമത്തിനും വരും. ആ ഒരു കാര്യം രാജീവ് തന്നെ കഴിഞ്ഞ ദിവസം ഈ ത്രീ ഡോട്ട്സ് വെച്ച് വിനീത് ഒന്ന് കെട്ടിപ്പിടിച്ച് പോയ ശേഷം പിറ്റേ ദിവസം രാജീവ് പറഞ്ഞ ഒരു കഥ വിനീതിനോട് പറയണമെന്നാണ്. ഞാൻ പറഞ്ഞു അല്ല അതെ, കാരണം രാജീവിനോട് ഞാൻ പറഞ്ഞു നമ്മൾ വിനീതൊക്കെ കാണിക്കുന്ന സിനിമയാണിത്, അതൊക്കെ അപ്പോഴത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സീരിയസ് ആയിട്ടൊരു കാര്യമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്തായിരിക്കുമെന്നോ എന്ത് പറയുമെന്നോ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നിർമ്മല ഹൃദയരായ ആളുകൾ അവരിത് കിട്ടുന്ന ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് ഒരുപാട് വെറുക്കും, ശത്രുവായിട്ട് മാറും. ഇതിപ്പോ വല്ലപ്പോഴും വിളിച്ചപ്പോൾ അലോ അലോ എന്ന് മാത്രം പറയാമല്ലോ. ആ ഒരു സൗഹൃദം പോയിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ എല്ലാവരുമായിട്ടും അങ്ങനെയാണ്. ഇപ്പൊ ഡിജോ ജോസ് ആന്റണിയുടെ ക്യൂൻ എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ